യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ചിൽ സംഘർഷമാണ്. പോലീസ് നേർക്ക് കല്ലേറുണ്ട്. വടം വലിച്ചു മാറ്റാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ച ശേഷം പ്രവർത്തകർ തിരിച്ചടിക്കുകയാണ്. TV പ്രസാദ് ഉണ്ട്. പ്രസാദ്, വീണ്ടും ജലപീരങ്കി പ്രയോഗത്തിന് ശേഷം സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. അതുതന്നെയാണ് സ്മൃതി. ജലപീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെ പോലീസിന് നേരെ ഇവിടെ നിന്ന് പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് കല്ലേറുണ്ടായി. ജലപീരങ്കിക്ക് നേരെ അതിന് പിന്നാലെ വെള്ളം നിറച്ച കുപ്പികൾ വലിച്ചെറിയുന്നുണ്ടായിരുന്നു. കൊടികെട്ടിയ വടികൾ വലിച്ചെറിയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയിട്ടില്ല. പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡിന് മുന്നിലേക്ക് കൂടുകയാണ്. ഇനിയിപ്പോൾ സ്വാഭാവികമായി ഉദ്ഘാടനം ഉണ്ടാവും. നേതാക്കൾ വന്നതിന് ശേഷമായിരിക്കും പോലീസിന് നേരെ കൂടുതൽ തിരിയാനുള്ളൊരു സാധ്യതയുണ്ടാവുക. പോലീസും ബാരിക്കേഡിന് പുറത്തില്ല എന്നുള്ളതാണ്. ബാരിക്കേഡിൻ്റെ അപ്പുറം ഭാഗത്ത് മാത്രമാണ്. ബാരിക്കേഡ് ഏതെങ്കിലും രീതിയിൽ മറികടന്നാൽ മാത്രമേ ഒരു വലിയ സംഘർഷത്തിന്, അതായത് നേർക്കുനേറുള്ള ഒരു ഏറ്റുമുട്ടലിന് സാധ്യതയുള്ളൂ. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ചിതറിയോടി സാധാരണ നമ്മൾ കാണുന്നത് പോലെ MG റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് വന്നാൽ പോലീസും പ്രവർത്തകരും നേർക്കുനേർ നിൽക്കുന്ന ഒരു ചിത്രമുണ്ടാകും. ഇപ്പോൾ പോലീസും പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിൽ കൂട്ടമായി നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. നിരന്തരം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതിശക്തമായ സമരം ഇവിടെ തുടരുന്നു. നിയമസഭയ്ക്ക് മുന്നിൽ ശക്തമായ മുദ്രാവാക്യം ഉയർത്തുന്നു. നിയമസഭയിലേതെന്നുപോലെ നിയമസഭയ്ക്ക് പുറത്തും അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ സംഘടനകൾ ഒന്നാകെ പോകുന്നു എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ശക്തമായ രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയിലുള്ള സമരം നിയമസഭയ്ക്ക് മുന്നിൽ നമ്മൾ കാണുന്നത്. പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. 6 or 7 തവണ 2 ജലപീരങ്കികളിൽ നിന്നാണ് പോലീസ് പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നില്ല. പോലീസിന് നേരെ മുദ്രാവാക്യം വിളികളോടെ ബാരിക്കേഡ് തള്ളിമാറ്റാൻ, ബാരിക്കേഡിന് നേരെ വടിയേറിയാനെല്ലാം ശ്രമിക്കുന്നുണ്ട്. ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം വീണ്ടും തുടരുകയാണ്. ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത് തന്നെ. പോലീസും പ്രവർത്തകരും മുഖാമുഖം നിൽക്കുകയാണ്. മുദ്രാവാക്യം വിളിക്കുകയാണ്. പോലീസിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുമുണ്ട്. തുടർച്ചയായിട്ട് നിയമസഭയിലേക്ക് മുന്നിലേക്ക് നടന്ന സമരമാണ്. ഒരു വലിയ സംഘർഷത്തിലേക്ക് പോയില്ലെങ്കിൽ പോലും പ്രവർത്തകർക്ക് നേരെ പല തവണയായി ജലപീരങ്കി അടിച്ച് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമുണ്ടെങ്കിലും ആരും പിന്തിരിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം. ബാരിക്കേഡ് കെട്ടിയ വടമാണ് സ്മൃതി. ഒരു വടം വലി പോലെ പ്രവർത്തകർ വലിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ കൂടി നിൽക്കുന്ന പ്രവർത്തകർ ബാരിക്കേഡ് കെട്ടിയ വടം വലിക്കുകയാണ്. ആ വടം ഉപയോഗിച്ച് ഈ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമമാണ്. ഈ വലിയ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ചാണ് ഈ ബാരിക്കേഡുകൾ ഒന്നൊന്നായി പരസ്പരം കെട്ടിവെച്ചിട്ടുള്ളത്. ആ കയറാണ് ഇപ്പോൾ നിന്ന് ബാരിക്കേഡ് വലിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തുന്നത്. പക്ഷേ അതിൽ പ്രവർത്തകർ പരാജയപ്പെട്ടു. ഇപ്പോഴും പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ചെറിയ ശ്രമം നേതാക്കളുടെ ഭാഗത്തുണ്ടെങ്കിലും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നില്ല. കൂടി നിൽക്കുന്ന പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിലേക്ക് തന്നെയാണ്. അതിശക്തമായ പ്രതിഷേധം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം നിയമസഭയുടെ മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പരമാവധി പ്രവർത്തകരെ ഈ സമരത്തിൽ അണിനിരത്താൻ കഴിഞ്ഞു. സാധാരണ 5 or 6 തവണ ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ തന്നെ പിന്തിരിഞ്ഞോടുന്ന പ്രവർത്തകരെയാണ് കാണുന്നതെങ്കിൽ ഇന്നിപ്പോൾ കൂടുതൽ പ്രവർത്തകർ ഇവിടെയുണ്ട്. പിന്തിരിഞ്ഞോടുന്ന പ്രവർത്തകരെല്ലാം വീണ്ടും തിരിച്ച് ബാരിക്കേഡിന് മുന്നിലേക്ക് വരുന്ന ചിത്രമാണ് കാണുന്നത്. ഇനിയിപ്പോൾ സമരം കൂടുതൽ ശക്തമാകും എന്ന് തന്നെയാണ് പ്രവർത്തകർ നൽകുന്നത്. പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുന്നു എന്നതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം നിയമസഭയ്ക്കകത്ത് ശക്തമായി ഉയർത്തിയ പ്രതിപക്ഷ നേതാക്കൾ അതേസമയം തന്നെ പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും അതിശക്തമായ സമരം നടക്കുന്നു എന്നുള്ളതാണ്. ശക്തമായ സമരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുന്നു. സഭയ്ക്കകത്തും ഇനി സമരമായിരിക്കുമെന്നുള്ള കാര്യം ചൊവ്വാഴ്ചത്തേക്ക് സഭ പിരിഞ്ഞെങ്കിലും ചൊവ്വാഴ്ച സഭ തുടങ്ങുമ്പോഴും ഈ വിഷയത്തിൽ തന്നെ ആയിരിക്കും ഊന്നുക എന്നുള്ള കാര്യം വ്യക്തമാണ്. റോഷിബാലിക്ക് കൂടി. റോഷിബാൽ, ഇനി സമരകാലത്തേക്ക് നീങ്ങുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തുടങ്ങിയാണ് സ്വർണ്ണക്കൊള്ളയിൽ തെരുവിലും സഭയ്ക്കകത്തുമുള്ള പ്രതിഷേധവും സമരവും. സ്മൃതി, അങ്ങനെയാണ്. ഇനി സമരകാലം തന്നെയാണ്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള UDF അത് പ്രധാന ആയുധമാക്കി ഇനി അങ്ങോട്ട് പോരാട്ടമാണ്. ആ പോരാട്ടത്തിന്റെ തുടക്കം കൂടിയായി ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിനെ കാണേണ്ടി വരും. നിയമസഭയ്ക്കകത്ത് നമ്മൾ കണ്ടതാണ്. രാവിലെ ആ പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രി VN വാസവന്റെ രാജി വരെ സമരം തുടരും. അത് സഭയ്ക്കകത്തുനിന്ന് പ്രതിപക്ഷം പ്രഖ്യാപിച്ചു. സഭയ്ക്ക് പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന് ഇന്ന് തുടക്കമായി. 28-ന് നിയമസഭയിലേക്ക് സമാനമായ ആവശ്യമുന്നയിച്ച് കോൺഗ്രസും മാർച്ച് നടത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ജില്ലാതലങ്ങളിലും
യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ തുടരും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിദിനം കടകംപള്ളിക്കെതിരെ പുറത്തുവരുന്ന തെളിവുകൾ അതൊക്കെ പ്രതിപക്ഷം ആയുധമാക്കുകയാണ്. സർക്കാരിന് അന്നത്തെ ദേവസ്വം വകുപ്പിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ സർക്കാർ സംരക്ഷിക്കുന്നു അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളിയെ കാലമാണ് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നിന്ന് കാണുന്നത്.